നമസ്കാരം. ദ്രാവിഡ് കഴിഞ്ഞാൽ ആര് കോച്ചായി വരുമെന്ന കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എന്ന് പറയാം. കാരണം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അതിനേക്കാളും പ്രധാനമായി മാറുന്നത് കോച്ചാണ് എന്ന് പറയാം. ഇത്തവണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന IPL ഏറ്റവും വലിയ ഫ്ലോപ്പായി മാറിയ ടീമുകളിൽ ഒന്ന് എന്നാണ് മുൻ ചാമ്പ്യന്മാർ കൂടിയായ രാജസ്ഥാൻ റോയൽസിനെ കുറിച്ച് പറയുന്നത്. ഇതിന്റെ കോച്ചായ ദ്രാവിഡ് മാറിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് പറയുന്നവർ ഒരുപാട് തന്നെ ആഗ്രഹിക്കുന്ന മാറ്റം ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ സൂചനകൾ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ആരായിരിക്കും ദ്രാവിഡ് അവിടെ നിന്ന് മാറിയാലുള്ള കോച്ച് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. എന്നാൽ ദ്രാവിഡ് അവിടെ നിന്ന് മാറില്ല എന്ന് പറയുന്നവരുമുണ്ട്. കഴിഞ്ഞ സീസണിൽ നേരിയ വ്യത്യാസത്തിലാണ് അവർക്ക് ഫൈനൽ നഷ്ടമായത്. റോയൽസ് ഇത്തവണ പ്ലേ ഓഫ് കാണാൻ പോലും ഇല്ലാത്തതും അതിന് ട്രോളായി മാറുന്നുണ്ട് എന്ന് തന്നെ പറയാം. 12 മത്സരങ്ങളിൽ വെറും 3 എണ്ണം മാത്രമാണ് റോയൽസ് ഇതുവരെ ജയിച്ചിട്ടുള്ളത്. ശേഷിച്ച 9ലും പരാജയമായിരുന്നു ഫലം. റോയൽസിന്റെ ഈ സീസണിലെ വൻ വീഴ്ചയ്ക്ക് പ്രധാന കാരണക്കാരിൽ ഒരാൾ മുഖ്യ കോച്ച് കൂടിയായ രാഹുൽ ദ്രാവിഡ് ആണെന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ ചില ഗെയിം പ്ലാനുകൾ ടീം സെലക്ഷനുമായെല്ലാം റോയൽസിന്റെ പതനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു എന്നും പറയാം. ഇതിനിടെ ക്യാപ്റ്റൻ സഞ്ജു സാംസണുമായുള്ള ദ്രാവിഡിന്റെ ബന്ധത്തിൽ വിള്ളൽ വീണതായും റിപ്പോർട്ടുകളൊക്കെ തന്നെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത സീസണിലും അദ്ദേഹത്തെ പരിശീലക സ്ഥാനത്ത് തന്നെ നിർത്തണമോ എന്ന കാര്യം വളരെ ഗൗരവമായി തന്നെ റോയൽസ് മാനേജ്മെന്റ് ആലോചിച്ചു വരികയാണെന്നും ഉള്ള കാര്യം ഉറപ്പാണ്. ദ്രാവിഡിനെ മാറ്റിയാൽ പുതിയ കോച്ചായി വരാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണെന്ന് പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ദ്രാവിഡ് മാറുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ദ്രാവിഡ് മാറാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. രാജസ്ഥാൻ റോയൽസ് ടീമിൽ രാഹുൽ ദ്രാവിഡിന്റെ കസേര തെറിക്കുകയാണെങ്കിൽ മുഖ്യ കോച്ചിന്റെ സ്ഥാനത്തേക്ക് 2 പേരാണ് ഫേവറേറ്റുകളായി ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത്. ഒരാളെന്ന് പറയുന്നത് നിലവിലെ ടീം ഡയറക്ടർ കൂടിയായ കഴിഞ്ഞ സീസൺ വരെ കോച്ചുമൊക്കെ ആയിരുന്ന ശ്രീലങ്കയുടെ മുൻ ഇതിഹാസ താരം ആയ കുമാർ സംഗകാരയാണ്. സഞ്ജു സാംസണും സംഗകാരയും തമ്മിലുള്ള മികച്ച ഒത്തിണക്കം തന്നെയാണ് മുൻ സീസണുകളിൽ റോയൽസിന്റെ കുതിപ്പിന് പിന്നിലെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. സംഘകാര തന്നെ ടീം കോച്ചായിരുന്ന സമയത്ത് റോയൽസ് പുല്ലുപോലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്ലേ ഓഫിൽ എത്തിക്കൊണ്ടിരുന്നതെന്നും എന്നാൽ ദ്രാവിഡ് എത്തിയപ്പോൾ ഇതാ തകർച്ചയുടെ തരിപ്പണമാണ് ടീം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും പറയുന്നു. ഒരേ രീതിയിൽ ചിന്തിക്കുകയും ഗെയിം പ്ലാനുകളൊക്കെ തന്നെയും തയ്യാറാക്കുകയും ചെയ്തിരുന്നവരാണ് സംഘകാരയും സഞ്ജുവെന്നുമാണ് പറയുന്നത്. സഞ്ജുവിന് പോലും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാതെ പോയത് ഇതുകൊണ്ടാണ് എന്നുകൂടി പറയുന്നുണ്ട്. 2022 മുതൽ റോയൽസ് ടീം അടിമുടി മാറിയതിനു പിന്നിലും ഈ കൂട്ടുകെട്ടായിരുന്നു എന്ന് പറയുന്നു. 2022 ഫൈനൽ വരെ എത്തിയ ടീമാണ് റോയൽസ്. അന്ന് ഗുജറാത്ത് ടൈറ്റൻസിന് മുന്നിൽ കിരീടം അടിയറ വയ്ക്കുകയായിരുന്നു. 2023 നേരിയ വ്യത്യാസത്തിലാണ് റോയൽസിന് പ്ലേ ഓഫ് ബെർത്ത് തന്നെ നഷ്ടമായത്. കഴിഞ്ഞ തവണയാകട്ടെ 2ാം ക്വാളിഫയറിലും അവർ വീഴുകയായിരുന്നു. കഴിഞ്ഞ സീസൺ വരെ ടീം ഡയറക്ടറുടെ കോച്ചിന്റെയും റോളിൽ ഒരുമിച്ച് വഹിച്ചു വരികയായിരുന്നു സംഘകാര. സീസണിന് ശേഷം പരിശീലക സ്ഥാനം വിട്ട അദ്ദേഹം ടീം ഡയറക്ടറുടെ റോളിലേക്ക് മാത്രമായി തുടരുകയും ചെയ്തു. തുടർന്നാണ് മുഖ്യ കോച്ചിന്റെ സ്ഥാനത്തേക്ക് ദ്രാവിഡിന്റെ വരവ് കൂടി എത്തുന്നത്. ഇതോടെ റോയൽസിന്റെ വീഴ്ചയും ആരംഭിക്കുകയായിരുന്നു എന്ന് പറയാം. പക്ഷെ അടുത്ത സീസണിൽ വീണ്ടും കോച്ചായി കുപ്പായം അണിഞ്ഞ് സംഘകാര ഇരട്ട റോൾ ഏറ്റെടുക്കാൻ തയ്യാറാവോ എന്നത് സംശയമാണ്. അങ്ങനെ സംശയമായി നിൽക്കുകയാണെങ്കിൽ സംഘകാരൻ നോ പറയുകയാണെങ്കിൽ മറ്റൊരാളെ മുഖ്യ കോച്ചിന്റെ സ്ഥാനത്തേക്ക് എല്ലാവരും പരിഗണിക്കേണ്ടി വരും. സംഘകാര ഇല്ലെങ്കിൽ പരിശീലക സ്ഥാനത്തേക്ക് മറ്റൊരു മികച്ച ഓപ്ഷൻ എന്ന് പറയുന്നത് മുൻ ടെസ്റ്റ് ഇതിഹാസം കൂടിയായ VVS ലക്ഷ്മണാണ്. IPLലും ക്രിക്കറ്റിലുമെല്ലാം നേരത്തെ പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള വ്യക്തി കൂടിയാണ് VVS. അതുകൊണ്ട് തന്നെ VVSന്റെ പേരും ഇതിന്റെ പിന്നാലെ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം സംഘകാരൻ നോ പറഞ്ഞാലാണ്. ചിലപ്പോൾ ദ്രാവിഡ് അല്ലെങ്കിൽ ദ്രാവിഡിനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവിടെ സംഘകാര വരിക എന്നത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ആ റോൾ ഏറ്റെടുക്കോ എന്നതും ചിന്തിക്കേണ്ട കാര്യമാണ്.